എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീണ്ടും ക്ലാസ് തുടങ്ങുകയാണ്. ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് 4-ാമത്തെ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായമാണ്. നമുക്ക് വായിക്കാം. ഓം വിഘ്നേശ്വരായ നമ. ഓം സരസ്വതി നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ തൃതീയോധ്യായഃ. മൈത്രേയോ വാചാം. സദാ വിദ്വഷദോരേവം കാലോ വൈദ്രിയമാണയോം ജാമാദോ ശിശിരസ്യാഭി സുമഹാനദിചക്രമേ യഥാഭിഷിക്തോം ദക്ഷസ്തോം ബ്രഹ്മണാം പരമേഷ്ഠിനാം പ്രജാപതീനാം സർവേഷാം ആധിപത്യസ്മയോഭവത് ഇഷ്ട്വാ സവാജപേയേന ബ്രഹ്മിഷ്ഠാന വിഭൂയജാം ബൃഹസ്പതി സവം നാമ സമാരേഭേ കൃതുത്തമം തസ്മിൻ ബ്രഹ്മർഷയ സർവേം ദേവർഷി പിതൃദേവതാം ആസൻ കൃതസ്വസ്തേനാം സഭർതൃഗാഹാം തദുപസൃത്യ നഭസീം ഹേജരാണാം പ്രജൽപദാം സതീം ദാക്ഷായണീം ദേവീം പിതുരജ്ഞമഹോത്സവം വ്രജന്തീം സർവതോം ദിഗ്ഭ്യാം ഉപദേവവരസ്ത്രിയഃ വിമാനയാനാം സപ്രേഷ്ഠാം നിഷ്കണ്ഠീം സുവാസസഃ ദൃഷ്ട്വാ സ്വനിലയാഭ്യാസേം ലോലാക്ഷീർമൃഷ്ടകുണ്ടലാകാം പതിം ഭൂതപതിം ദേവമത്സുഖ്യാദഭ്യഭാഷദകാം സതിവാചാം പ്രജാപതസ്തേ ശുശിരസ്യ സാമ്പ്രതം നിർയാപിതോ യജ്ഞമഹോത്സവ കിലാം വയം ജനത്രാവി സരാമവാമദേം യദ്യർത്ഥിതാമീം വിബുധാം വ്രജന്തിഹീം തസ്മിൻ ഭഗന്യോ മമ വർത്തൃഭിസ്വകൈർ ധ്രുവം ഗമിഷ്യന്തി സുഹൃദൃദൃക്ഷവഃ അഹം ച തസ്മിൻ ഭവതാഭികാമയേ സഹോപനീതം പരിബർഹമർഹിതം തത്ര സ്വസുന്മേം നനു ഭർതൃസംവിദാം മാതൃശ്വശ്രൂം ക്ലിന്നതിയം ജമാതരം ദ്രക്ഷ്യേ ചിരോത്കണ്ഠമനാമഹർഷിഭീം രുണ്യമാനം ജമൃഡാധ്വരധ്വജം ത്വയേതദാശ്ചര്യമജാത്മമായയാം വിനിർമ്മിതം ബാധിഗുണത്രയാത്മകം തദാഭ്യഹം യോഷിതതത്വവിച്ഛതേം ദീനാം ദിദൃക്ഷേം ഭവമേ ഭവക്ഷിതം പശ്യ പ്രയാന്തിരഭവാന്യയോഷിതോ അലങ്കൃതം കാന്തസഖാം വരോദശഃ യസാം വ്രജദ്ഭി ശിതികണ്ഠമണ്ഡിതം നഭോ വിമാനേ കളഹം സവാണ്ഡുവീം കഥം സുതായാം പിതൃഗേഹ കൗതുകം നിശമ്യ ദേഹ സുരവര്യനേ അംഗദേ അനാഹുതാമപ്യഭിയന്തി സൗഹൃദം ഭർതൃർഗുരോർദേഹ കൃതശ്ച ഖേദനം തന്മേ പ്രസീദേതമർത്യ വാഞ്ചിതം കർത്തൃം ഭവാൻ കാരുണികോമ്പദാർഹതീം ത്വന്മായനോ അർദേഹമഭ്യചക്ഷുഷാം നിരൂപിതാമാനുഗൃഹാണയാജിതകാം ഋഷിരുവാചാം ഏവം ഗിരിത്രപ്രയാഭിഭാഷിത പ്രത്യഭ്യദത്തപ്രഹസൻ സുഹൃൽപ്രിയകാം സംസ്മാരിതോ മർമ്മവിദക്കുവാഗിഷോൻ യാനാഹകോ വിശ്വസൃജാം സമക്ഷതഃ ശ്രീഭഗവാനുവാചാം ത്വയോദിതം ശോഭനമേവ ശോഭനേ അനാഹുതാമപ്യഭിയന്തി ബന്ധുഷോം തേയാദ്യനുൽപാദിതദോഷദൃഷ്ടയോം ബലീയസാനാത്മ്യമതേന മന്യുനാം വിദ്യാതപോവിതവ ഭുർവയകുലൈ സദാം ഗുണൈഷഡ്ഭിരസത്തമേധരൈ സ്മൃതൗഹദായാം മൃതമാനദോദൃശാം സ്തബ്ധാന പശ്യന്തി ഹി ധാമഭൂയസാം നൈതാദൃശാനാം സ്വജനവ്യപേക്ഷയാം ഗൃഹാൻ പ്രദീയാദനവസ്ഥിതാത്മനാം യേഭ്യാഗതാൻ വക്രതിയാ വിചക്ഷതേ ആരോപിത ഭൂമിരമർഷണാക്ഷിഭീം തദാരിഭിർണം വ്യദതേം ശിലീമുഖൈ ചേതേർദിതാംഗോ ഹൃദയേന വോയതാം സ്വാനാം യദാം വക്രതിയാം ബുരുക്തിഭിർ ദിവാനിശം തപ്യതി മർമ്മതാഡിതഃ വ്യക്തം ത്വമുത്കൃഷ്ട ഗതേം പ്രജാപതേം പ്രിയാത്മജാനാമസി സുഭ്രുസമ്മതാം അദാഭിമാനം ന പിതു പ്രബൽസ്യസേം മദാശ്രയാത്ക പരിതപ്യതേ യദഃ പാപജ്യമാനേന കൃതാതുരേന്ദ്രിയഃ സമൃദ്ധിഭിഃ പൂരുഷബുദ്ധിസാക്ഷിണാം അകൽപയേഷാമതിരോടുമഞ്ജസാം പദം പരം ദ്വേഷ്ടി യഥാസുരാഹരിം പ്രത്യുദ്ഗമപ്രശ്രയനാഭിവാദനം വിധീയതേ സാധുമിതസ്സു മധ്യമേ
പ്രാജ്ഞൈ പരസ്മൈ പുരുഷായ ചേതസാം ഗുഹാശയായൈവ ന ദേഹമാനിനേ സത്വം വിശുദ്ധം വസുദേവ ശബ്ദിതം യദീയതേ തത്ര പുമാനപാവൃതഃ സത്വേ ച തസ്മിൻ ഭഗവാൻ വാസുദേവോ ഹ്യദോക്ഷജോ മേ നമസാം വിധീയതേ തത്തേ നിരീക്ഷ്യോ ന പിതാഭിദേഹകൃൽ ദക്ഷോ മമദ്വിഡ് തദനുവ്രതാശ്രയേ യോ വിശ്വസൃജ്ഞഗതം വരോരുമാം അനാഗസം ദുർവജസാഗരോത്തിരാം യദി വ്രജിഷ്യാംസ്യതിഹായ മധ്വജോം ഭദ്രം ഭവത്യാന തഥോ ഭവിഷ്യതിം സംഭാവതിസ്യ സ്വജനാത് പരാഭവോ യഥാ സ സദ്യോ മരണായ കൽപ്പതേ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പരമംസ്യാം സംഹിതായാം ചതുർത്ഥസ്കന്ധേ സതിരുദ്രസംവാദേ തൃതീയോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമുക്കിനി ഇതുവരെ വായിച്ചതിൻ്റെ അർത്ഥം നോക്കാം. ഇപ്പം നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ദക്ഷ യജ്ഞത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദക്ഷൻ്റെ മകളായിരുന്നു സതീദേവി. ശ്രീ ശിവനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്, ശിവഭഗവാനെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. അപ്പം അത് ആ ഭഗവാന്റെ മാഹാത്മ്യം മനസ്സിലാക്കാതെ ദക്ഷൻ ശിവനെ അധിക്ഷേപിക്കുന്നതും ശിവൻ യാഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഇഷ്ടമല്ലാത്ത ഒരു മരുമകനായതുകൊണ്ട് തന്നെ ദക്ഷനും ശിവനും തമ്മിൽ ചേരുന്നില്ല. അവർ തമ്മിൽ എപ്പോഴും ഇങ്ങനെ ഒരു അകൽച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ മകൾക്ക് അച്ഛനെയും അമ്മയും ഓടുള്ള ഒരു സ്നേഹം വേറെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ വേറെ അച്ഛനും അമ്മയും ഒക്കെ വിട്ടിട്ട് വേറെ താമസിക്കുകയാണെങ്കിൽ പോലും അച്ഛൻ്റെ അമ്മയുടെയും അടുത്തേക്ക് പോകണമെന്ന് ഏതൊരു മക്കൾക്കായാലും ആഗ്രഹം ഉണ്ടാവും. അവിടെ എന്തെങ്കിലും നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും പൂജയോ വിശേഷങ്ങളോ ഒക്കെ നടക്കുമ്പോൾ നമുക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പം അങ്ങനെ ഉണ്ടായൊരു സംഭവമാണ് ഇവിടെ. സതീദേവി അന്നത്തെ ആ സംഭവത്തിന് ശേഷം പിന്നെ സതീദേവിയും ശിവനും ദക്ഷൻ്റെ അടുത്തേക്ക് പോയിട്ടേ ഇല്ല. അങ്ങനെ ഇരിക്കെ വീണ്ടും ഈ ബൃഹസ്പതി സവെന്ന് പറഞ്ഞ് വലിയൊരു യജ്ഞം വീണ്ടും ദക്ഷൻ എന്ത് ചെയ്തു? ഒരു യജ്ഞം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ വലിയൊരു യജ്ഞമായിരുന്നു അത്. എല്ലാ സ്ഥലത്തു നിന്നും ജനങ്ങൾ ഇങ്ങനെ പോകുന്നു. അന്നൊക്കെ ഈ യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ കുറേ കൂടുതൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ യജ്ഞത്തിന് പോകുമ്പോൾ ഭാര്യയും ഭർത്താക്കന്മാരും എല്ലാവരും ചേർന്നാണ്, കുടുംബസമേതമൊക്കെയാണ് പോവുക, എല്ലാവർക്കും അനുഗ്രഹം കിട്ടാൻ വേണ്ടി. അപ്പോൾ പാർവതി ദേവി ഇതറിയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ആകാശമാർഗത്തിലൂടെ, വിമാനത്തിലൂടെയും റോഡ് മാർഗത്തിലൂടെയും ഒക്കെ ആൾക്കാരിങ്ങനെ പൂജാദ്രവ്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല അലങ്കാരത്തോടു കൂടി നല്ല നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, നിറയെ ആഭരണങ്ങളൊക്കെ ധരിച്ച്, ഭർത്താവും കുട്ടികളും ഒക്കെ ആയിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ പോകുന്നു. നമ്മൾ എന്തെങ്കിലുമൊക്കെ വിശേഷം ഉണ്ടെങ്കിൽ അങ്ങനെ എല്ലാവരും പോകുന്നത് കാണില്ലേ. അപ്പം അങ്ങനെ പോകുമ്പോൾ എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ദക്ഷൻ ഒരു യാഗം നടത്തുന്നുണ്ട്, അവിടേക്കാണ് പോകുന്നതെന്ന് എല്ലാവരും പറഞ്ഞു. ദക്ഷയാഗം കാണാൻ പോവുകയാണ്. അവിടെ എല്ലാവർക്കും അനുഗ്രഹം കിട്ടും, എല്ലാവർക്കും സമ്മാനങ്ങളൊക്കെ കിട്ടും. അപ്പം അങ്ങനെ ഞങ്ങളും അത് കാണാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പം സതീദേവിക്ക് ഒരു വിഷമം തോന്നുന്നു. എന്താ കാരണം? എവിടെയാണ് യാഗം നടക്കുന്നത്? തൻ്റെ തന്നെ വീട്ടിലാണ്, തൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ് യാഗം നടക്കുന്നത്. അവിടെ അമ്മയുണ്ട്, പിന്നെ ചെറിയമ്മമാർ കുറേ ഉണ്ട്, അവരെല്ലാവരും വരും, പിന്നെ അവരുടെയൊക്കെ കുട്ടികൾ വരും. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് അവരങ്ങനെ സന്തോഷിക്കും. അപ്പം ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ ദൂരെ എവിടെയെങ്കിലും ആണെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ഉത്സവം നടക്കുമ്പോൾ നമുക്കും പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ സതീദേവി ഒരു ബ്രഹ്മജ്ഞാനം എത്തിയ ഭർത്താവ് തൻ്റെ ഈ ബ്രഹ്മജ്ഞാനി ആണെങ്കിലും സതീദേവി ആ ലെവലിൽ എത്തിയിട്ടില്ല. ഒരു സാധാരണ സ്ത്രീയുടെ ഒരു ചാബല്യങ്ങളായിരുന്നു അപ്പോൾ സതീദേവിക്കുണ്ടായി. അങ്ങനെ ആ സതീദേവി ഭർത്താവിനോട് ചോദിക്കുകയാണ്, എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ യാഗം നടക്കുന്നു, കണ്ടില്ലേ എല്ലാവരും പോകുന്നത്, അവിടെ എൻ്റെ അമ്മയും സഹോദരിമാരുണ്ട്, പിന്നെ ചെറിയമ്മമാരും അവരുടെ മക്കളൊക്കെ വരും, പിന്നെ എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും വരും. അപ്പം എന്ത് രസമായിരിക്കും എല്ലാവരും കൂടി ഒത്തുചേർന്നാൽ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും കൂടി ഒത്തുചേർന്ന ആ ഒരു അമൂല്യ നിമിഷങ്ങൾ അല്ലേ, അത് നമ്മൾക്ക് വളരെ സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കും പോകണം എന്ന് സതീദേവി പറയാണ്. ആദ്യം ശിവൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്, ഇങ്ങനെ വലിയ യാഗം നടക്കുന്നു, നിങ്ങൾ കണ്ടില്ലേ യാഗത്തിന് ആൾക്കാർ പോണത്,
എല്ലാവരും പോണു. അപ്പോൾ എനിക്കും പോണം. നമുക്ക് പോകാം. അപ്പോൾ നമ്മളെ വിളിച്ചിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കേണ്ട. അപ്പോൾ എന്താണ് ഇത് എല്ലാവരെയും വിളിക്കും. നമ്മുടെ വീട്ടിലൊരു പൂജയൊക്കെ നടക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരെയും വിളിക്കും. പക്ഷേ ക്ഷണിക്കാതെയും യാഗസ്ഥലത്തേക്ക് എല്ലാവർക്കും പോകാം. പിന്നെ ഇവിടെയാണെങ്കിൽ സ്വന്തം മകളാണ്. മകളെ ഇപ്പോൾ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ സ്വന്തം മകളല്ലേ, അപ്പം നമ്മളെ ക്ഷണിച്ചില്ലെങ്കിലും പോകാം. നിങ്ങളുടെ സ്വന്തം ഭാര്യയുടെ വീടല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ക്ഷണിക്കാതെയും പോകാം. അപ്പോൾ ക്ഷണിക്കാതെയും നമുക്ക് പോകാം. ഇനി ക്ഷണിച്ചില്ല എന്നൊന്നുള്ള പരാതിയൊന്നും വേണ്ട, നമ്മൾക്ക് ക്ഷണിക്കാതെയും പോകാം. അപ്പോൾ നമ്മൾക്ക് പോകാൻ പുറപ്പെടാം എന്നൊക്കെ പറയാണ്. അപ്പോൾ ശിവൻ പറയാണ്, ക്ഷണിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, ക്ഷണിക്കാതെ എവിടെ വേണമെങ്കിലും പോകാം. പക്ഷേ ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു പൂജയോ യാഗമോ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടെന്ന് നമ്മളെ ക്ഷണിച്ചില്ലെങ്കിൽ നമുക്ക് പോകുകയൊക്കെ ചെയ്യാം. പക്ഷെ എങ്ങനെയുള്ളവരാണ്? ക്ഷണിക്കാതെ പോയാലും നമ്മളെ ആദരിക്കുന്നവരാണെങ്കിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്ക് ക്ഷണിക്കാതെയും പോകാം. കാരണം നമ്മളുമായിട്ട് യാതൊരു വഴക്കൊന്നും ഇല്ലാത്ത ആളാണ്. ഇപ്പോൾ ക്ഷണിച്ചില്ലെങ്കിൽ നമ്മൾ കയറി ചെന്നാൽ അവരൊന്നും പറയില്ല, അവർ സന്തോഷത്തോടെ സ്വീകരിക്കും നമ്മളെ. ഇവിടെ അതങ്ങനെയല്ല. അപ്പോൾ ശിവൻ പറയുകയാണ്, നിന്റെ അച്ഛൻ്റെ കാര്യം അറിയാലോ, ക്ഷണിക്കാതെ എവിടെ വേണമെങ്കിലും പോകാൻ ഞാൻ തയ്യാറാണ്. എനിക്കതൊരു പ്രശ്നമേ അല്ല, ക്ഷണിച്ചില്ല എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ എന്താണ്, നിന്റെ അച്ഛൻ ഏത് സമയത്തും എന്നെയും അപമാനിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ്. അത് നിനക്ക് നന്നായിട്ട് അറിയാം, അച്ഛൻ അപമാനിക്കുന്ന ആളാണ്. പിന്നെ ഇനി ആദ്യം അങ്ങോട്ട് തന്നെ പോകണം. അപ്പം നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് നമ്മളെ അപമാനിച്ചുകൊണ്ട് ഇറക്കി വിട്ടാൽ പിന്നെ വീണ്ടും നമ്മൾ അങ്ങോട്ട് പോകാൻ പാടില്ല എന്നാണ്. നമ്മൾ ഈ ശരിക്ക് ആത്മജ്ഞാനത്തിലെത്തിയ അല്ലെങ്കിൽ ആ ഒരു ലെവലിലെത്തിയവർക്കൊക്കെ, മോക്ഷത്തിൻ്റെ ആ ഒരു ലെവലിലെത്തിയവർക്കൊക്കെ എന്താ പറഞ്ഞിരിക്കുന്നത്, എല്ലാവരിലും ഈശ്വരനെ കാണണം, എല്ലാവരെയും ഒരുപോലെ കാണണം, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിലും, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെങ്കിലും, പക്ഷേ നമ്മളെ ദുഷിക്കുന്നവരുടെ അടുത്തേക്ക് നമ്മൾ അവരോട് വിഷമമോ ഒന്നും വെക്കേണ്ട കാര്യമില്ല. പക്ഷേ വീണ്ടും അവിടെ ചെന്ന് ചാടുകയും ഒരു വഴക്കിനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കുകയും ചെയ്യരുത്. അതൊരു ശരിയായ കാര്യമാണ് അല്ലേ. നമ്മളെ ഇഷ്ടമല്ലാത്തവരുടെ അവിടെ ഇടിച്ചു കയറിപ്പോയി വീണ്ടും അപ്പം നമ്മൾ സാധാരണ ഇതിലൊക്കെ പറയില്ലേ, സാധാരണ ഇങ്ങനെ പറയില്ലേ, നമ്മൾ ഒരു പഴഞ്ചൊല്ല് പോലെ, നമ്മൾ ദുഷ്ടരെ കണ്ടാൽ ദൂരെ പോവുക എന്നൊക്കെ പറയില്ലേ. അതൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. അതായത് അവരോട് വിഷമമോ അവരെ തിരിച്ച് വഴക്കിന് പോവുകയോ അവരോടൊന്നും വിഷമം നമുക്ക് വേണ്ട. പക്ഷെ എന്ത് ചെയ്യുക, അതിൻ്റെ അർത്ഥം എന്താണ്, അവരുമായിട്ട് അധികം അടുപ്പത്തിന് പോകാതെ അവരെ കാണുമ്പോൾ ഇത്തിരി അകന്നു പോകുക. നമ്മൾ അവരെ കാണുമ്പോൾ എന്ത് ചെയ്യണം, അകന്നു പോകണം. അവരുമായിട്ട് കൂടുതൽ അടുപ്പത്തിന് പോകരുത്. അപ്പോൾ ശരിക്കും അങ്ങനെയുള്ളവരെ സൂക്ഷിക്കുക എന്നാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വഴക്കാണ്, അവമാനമാണ് കിട്ടിയതെന്ന് നിനക്കറിയാലോ, എന്നിട്ട് വീണ്ടും നീ എന്താണ് പറയുന്നത്, ഇങ്ങനെ അവിടേക്ക് തന്നെ പോകണമെന്ന്. അങ്ങനെ അവിടേക്ക് പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും, നിനക്ക് അതിൻ്റെ ഫലം മോശമായിട്ട് വരും. അവിടെ വെച്ചാൽ ഒരിക്കലും ദക്ഷൻ നമ്മളെ സ്വീകരിക്കില്ല, എല്ലാവരുടെ മുന്നിലും വെച്ച് നിന്നെ അപമാനിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു ജ്ഞാനദൃഷ്ടി കൊണ്ട് ശിവൻ അറിയാമായിരുന്നു അവിടെ പോയാൽ എന്താ സംഭവിക്കും. പക്ഷേ സതീദേവി വീണ്ടും പറയാണ്, ഞാൻ നിങ്ങളുടെ അത്രയും എന്തായിട്ടില്ല, ഞാൻ നിങ്ങളോളം തന്നെ വൈരാഗ്യത്തിലെത്തിയിട്ടില്ല, വിരക്തിയിലെത്തിയിട്ടില്ല. ഞാനൊരു സാധാരണക്കാരിയാണ്. എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും കാണാനുള്ള മോഹം ഉണ്ടാവും, അതുപോലെ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളെ കാണാനുള്ള മോഹം ഉണ്ടാവും. എനിക്ക് ഈ മോഹങ്ങളൊക്കെ അടക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്യാസമായ ആ ഒരു ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. ഞാൻ ഒരു സാധാരണ സ്ത്രീയാണ്, അങ്ങേപോലെ എനിക്ക് അറിവില്ല, അതുകൊണ്ട് എന്നെ മനസ്സിലാക്കാനും പറ്റില്ല. എനിക്ക് അത് മനസ്സിലാക്കാനും പറ്റില്ല നിങ്ങൾ പറയുന്നത്. കാരണം എനിക്ക് ഇപ്പോൾ എൻ്റെ അമ്മയോടും ചെറിയമ്മമാരോടും അവരുടെ കുട്ടികൾക്കോടും അങ്ങനെയൊക്കെ കാണണം എന്നൊക്കെയുള്ള അദമ്യമായ ഒരു മോഹമാണ് എന്നിലുള്ളത്. എനിക്കതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കരയൊക്കെയാണ്. അപ്പോൾ സാധാരണ അങ്ങനെയല്ലേ എല്ലാവരും, അതായത് അവിവേകം എന്ന് പറയും ഇതിന്. അപ്പോൾ ഇവിടെ എന്താണ്, ശിവനുള്ള ആ ഒരു പക്വതയും ബുദ്ധിയും പാർവതിക്കില്ല. ചാബല്യമാണ് ഇവിടെ സതീദേവിക്കില്ല, ചാബല്യമാണ്. അവിവേകം, ചാബല്യം എന്നൊക്കെ പറയും. അപ്പോൾ അതാ പറയുന്നത്, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അങ്ങനെയുള്ള ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെ പോയി ചാടും, നമ്മൾ അപകടത്തിൽ പോയി ചാടും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അറിവുള്ളവർ പറഞ്ഞു തരുന്നത് കേൾക്കുമെങ്കിലും വേണം. അപ്പം അതാണ് സതീദേവിക്ക് പറ്റിയത്. അപ്പം അറിവുള്ളവർ പറഞ്ഞു കേൾക്കുന്നത് കേൾക്കാനുള്ളൊരു മനസ്സ് പോലും എന്ത് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല. എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പം എന്താ പറയുക, ആ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കണം എന്നുള്ള ആ ഒരു മനസ്സ്, അതുപോലെ തൻ്റെ ആൾക്കാരുമായി ഒത്തുചേർന്ന് ഉല്ലസിക്കണം എന്നുള്ള മനസ്സ്,
ആ മനസ്സിങ്ങനെ മുകളിൽ നിൽക്കുകയാണ്. അപ്പൊ ദക്ഷൻ തൻ്റെ തങ്ങളെ അപമാനിക്കും എന്ന് ചിന്തിച്ചില്ല. കാരണം അച്ഛനല്ലേ, എത്രയായാലും അതൊക്കെ മറന്നിട്ടുണ്ടാവും, എന്നെ അപമാനിക്കില്ല, അങ്ങനെയൊക്കെയാണ് ഒരു ചിന്ത വന്നത്. അങ്ങനെ സതീദേവി എന്താ ചെയ്യുക, നമ്മളൊക്കെ പോലെ തന്നെ നമ്മളൊക്കെ പലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ നമ്മളും വന്ന് എത്തിച്ചേരാറുണ്ട് അല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ശിവൻ പറഞ്ഞതായിരുന്നു കേൾക്കേണ്ടത്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ബുദ്ധിപൂർവ്വം പെരുമാറിയില്ലെങ്കിൽ നമ്മൾ അപകടത്തിൽ പോയി ചാടും. കാരണം നമ്മൾ പറയില്ലേ ഇങ്ങനെ വടി കൊടുത്തിട്ട് അടി വാങ്ങിക്കുക എന്ന് പറയും, ആ ഒരു ലെവലിലേക്ക് നമ്മൾ പോകും. ഇവിടെ സതി അതാ പറയണത്. സതി പറയാണ്, ഞാൻ നിങ്ങളോളം നിങ്ങളുടെ അത്രയും ഒരു അറിവിലെത്തിയിട്ടില്ല, എനിക്ക് പോകണം. അങ്ങനെ എന്ത് ചെയ്യാണ്, ശിവന്റെ വാക്കുകളെ ലംഘിച്ചുകൊണ്ട് സതീദേവി പോകാൻ പുറപ്പെടുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ആദ്യം കുറച്ച് പോകും, നമ്മൾ അതുപോലെ തന്നെയല്ലേ, തിരിച്ചു വരും, പിന്നെ കുറച്ച് കരയും, അയ്യോ എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ തരവില്ലല്ലോ, എന്നെ വിടുന്നില്ലല്ലോ. ഒരു സാധാരണ ചാബല്യം, സ്ത്രീകളിൽ വരുന്ന ഒരു തരം ചാബല്യം. അപ്പൊ തിരിച്ചു വരും, പിന്നെയും പടിവരെ പോകും, തിരിച്ചു വരും, പിന്നെയും പടിവരെ പോകും, തിരിച്ചു വരും, പിന്നെയും ശിവനോട് കുറെ പറഞ്ഞു കരയും. അങ്ങനെ ഇരിക്കെ ശിവൻ വിചാരിക്കുകയാണ്, ഈ സതീദേവിയെ നമുക്ക് നിർത്താൻ പറ്റില്ല, ഇവിടെ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റില്ല, കാരണം അവൾ അവളുടെ ഇഷ്ടത്തിനൊത്ത് തന്നെ പോകട്ടെ എന്ന് ചിന്തിക്കുക. അങ്ങനെ ശിവൻ പറയാണ്. അപ്പോൾ അവിടെ ആ സതീദേവി ശിവൻ പറയുന്നത് കേൾക്കാതെ പോകാനായിട്ട് തീരുമാനിക്കുക. അപ്പോൾ നിങ്ങൾ വരുന്നില്ലെങ്കിൽ വേണ്ട, എൻ്റെ കുടുംബക്കാരല്ലേ, ഞാൻ പോകുക തന്നെ ചെയ്യും അല്ലേ. അങ്ങനെയൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കുടുംബങ്ങളിലൊക്കെ വരുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ എപ്പോഴും അത്തരത്തിലുള്ള ബന്ധങ്ങളെ ഇല്ലാതെ വെക്കുക തന്നെ നല്ലത്. കാരണം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുകയാണ് നല്ലത്. കാരണം മുന്നോട്ട് കൊണ്ടുപോയാൽ എന്താവുക, അപകടങ്ങളിൽ പോയി ചാടും. അങ്ങനെയാണ് ഈ സതീദേവിയും അപകടത്തിൽ പോയി ചാടുക. അപ്പം ശിവനറിയാം സതീദേവിക്ക് എന്തോ അപകടം വരാനുണ്ട് തൻ്റെ ആ ഒരു ജ്ഞാനദൃഷ്ടിയിൽ. അപ്പോൾ അപകടം ഇവിടെ വെച്ചാണ് സംഭവിച്ചതെങ്കിൽ ചിലർക്ക് അങ്ങനെയാണ്, ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ ഉടനെ ആത്മഹത്യ ചെയ്യുക എന്നുള്ള ആ ഒരു പ്രവണതയുണ്ട്. അപ്പം ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പം അത് ശിവന് കുറ്റമായിട്ട് വരും. അപ്പം എന്താ, അവൾ പൊയ്ക്കോട്ടെ എന്ന് വരും, നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ സതീദേവി എന്ത് ചെയ്യാണ്, പുറപ്പെടുകയാണ് പോകാനായിട്ട്, യാഗത്തിന് പോകാൻ പുറപ്പെട്ടു. അപ്പം എങ്ങനെയാണ്, രാജ്ഞിയാണ്. അപ്പം മനോഹരമായ വസ്ത്രാഭരണങ്ങളൊക്കെ ധരിച്ച് അങ്ങനെ ഒരു രാജ്ഞിയെ പോലെ അങ്ങനെ പുറപ്പെട്ട് വരുമ്പോഴേക്കും ശിവൻ തപസ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ്, ഒന്നിനും വരുന്നില്ല. അപ്പോൾ ശിവന്റെ പാർഷദന്മാർ വന്നു. അവർ വിചാരിച്ചു തൻ്റെ യജമാനത്തി സാമിനി തനിയെ പോകണ്ട, കാരണം ഒരു അപകട സാധ്യതയുള്ള സ്ഥലത്തേക്കാണ് പോകുന്നതെന്നറിയാം. അപ്പോൾ അവരൊക്കെ കൂടെ പോയി. അപ്പോഴും ശിവനൊന്നും പറഞ്ഞില്ല, പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു രാജ്ഞിയുടെ എഴുന്നള്ളത്ത് പോലെ. അപ്പം അദ്ദേഹം ഒരു കാളയെ കൊണ്ടുവന്നു, അലങ്കരിച്ചു, അതിൽ സതീദേവിയെ ഇരുത്തി, കൂടെ എല്ലാവരും പാട്ടും അതുപോലെ ഘോഷയാത്രയായിട്ട്. ദേവിയല്ലേ പോകുന്നത്, അപ്പം അതിൻ്റെതായ ദക്ഷപ്രജാപതിയുടെ മകളൊക്കെ അല്ലേ, അപ്പം അതിൻ്റെതായ ഒരു രാജ്ഞിയുടേതായ ആഘോഷങ്ങൾ വേണമെന്ന് ഈ യജമാനത്തിക്ക് അങ്ങനെയുള്ള ഒക്കെ വേണമെന്ന് ശിവപാർഷദന്മാർ വിചാരിച്ചു. എന്നിട്ട് അവർ കുറേ വാദ്യഘോഷങ്ങൾ, നൃത്തങ്ങൾ, പാട്ട്, പിന്നെ കുറേ അലങ്കാരങ്ങൾ, അങ്ങനെ എല്ലാം കൊണ്ടും അങ്ങനെ അലങ്കാരമായിട്ട് വളരെ ഘോഷയാത്രയായിട്ട് സതീദേവി തൻ്റെ പിതാവിൻ്റെ ദക്ഷയാഗം കാണാൻ പോകുന്നതാണ് നമ്മൾ ഈ അധ്യായത്തിൽ വായിക്കുന്നത്. അടുത്തതിലാണ് അവിടെ എത്തുന്നത്. അപ്പോൾ അതുവരെ.